ഒരു വീട്ടമ്മയുടെ ഒരു സംശയമാണ്. ഭർത്താവ് ജോലിയൊക്കെ ഉള്ള ഒരാളാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ നോക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഭാര്യയെ പല കാര്യങ്ങളിലും ഭർത്താവ് വിലക്കുകയാണ്. ഫോട്ടോ എടുക്കുന്നത്, മൊബൈൽ ഉപയോഗിക്കുന്നത്, വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി പോകുന്നത്, കുടുംബത്തിലെ തന്നെ മറ്റു പുരുഷന്മാരോട് സംസാരിക്കുന്നത്, ഇതൊക്കെ വളരെ ശക്തമായി അദ്ദേഹം വിലക്കുന്നു. എന്നാൽ ഈ വിലക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലി ആവശ്യാർത്ഥം പരിചയപ്പെട്ട പെൺകുട്ടികളുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, അവരോടൊന്നിച്ച് ചില യാത്രകൾ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫോട്ടോകൾക്കും മറ്റൊക്കെ ഫേസ്ബുക്കിൽ ലൈക്ക് കൊടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ തർക്കങ്ങൾ ഉണ്ടായി. പക്ഷേ ആ തർക്കങ്ങളൊക്കെ അവസാനിപ്പിച്ച് കഴിഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന രൂപത്തിൽ തന്നെ അവരിപ്പോൾ വീട്ടിൽ ഒതുങ്ങി കഴിയുന്നു എന്നാണ് അവർ പറയണത്. അവരുടെ പഠനം സംഗതികളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി എന്ന് പറയണം. അതിലൊരു പോയിന്റ് ഇതാണ്, ഒരു ഉപ്പ കുട്ടിയോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതേപോലെയാണ് ഭർത്താവ് ഭാര്യയോട് പെരുമാറുന്നത് എന്നാണ്. വളരെ കർശനമായ നിയന്ത്രണങ്ങളാണ്. ഈ നിയന്ത്രിക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ അടുക്കലുണ്ട് എന്നുമാണ്. അന്ന് ചിലപ്പോൾ ഒരു ഈ വിശ്വാസക്കുറവ് എന്ന് പറയുന്നത് ദാമ്പത്യത്തിൽ വളരെ വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവരങ്ങനെ ചെയ്യില്ല, അവരങ്ങനെ പോവില്ല, അവർക്ക് അങ്ങനെ സംഭവിക്കില്ല എന്നൊരു വിശ്വാസമാണല്ലോ. നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ വൈഫ് അങ്ങനെ ചെയ്യൂല, നമ്മളതുകൊണ്ട് അവളെ നിരീക്ഷിക്കേ, അവളെ മെസ്സേജ് നോക്കി, അവളെ ഫോൺ ഹാക്ക് ചെയ്യുക ഒന്നും ചെയ്യണില്ലല്ലോ. ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യാണ് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു കാരണം എന്താന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഞാൻ കുറച്ച് സ്വതന്ത്രമായി സ്ത്രീകളോട് പെരുമാറുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ കുറിച്ചും അങ്ങനെ വിചാരിക്കും. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ കുറിച്ചും അങ്ങനെ വിചാരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്കും അവസരം കിട്ടിയാൽ അവർ ഉപയോഗിക്കും എന്ന ചിന്തയിൽ നിന്നാണ്. നേരെ മറിച്ച് അതൊരു സൂക്ഷ്മതയുടെയോ ശ്രദ്ധയുടെയോ അല്ലെങ്കിൽ ഒരു മതബോധത്തിന്റെയോ അടിസ്ഥാനത്തിലാണെങ്കിൽ ഉപദേശിക്കുന്ന വായിലാണല്ലോ ആദ്യം മുത്തയിലാകേണ്ടത്, അയാളിലല്ലേ അത് കാണേണ്ടത്. അപ്പൊ ഇവിടെ അതിനൊരു സാധ്യതയുണ്ട്. എന്ത്, ഇത്തരം ചില സന്ദർഭങ്ങളെ മിസ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മറ്റുള്ളവരും എന്നെ പോലെ തന്നെ ആയിരിക്കും എന്ന ഒരു ധാരണയിൽ നിന്നാവണം ഇങ്ങനെ വരാനുള്ള ഒരു കാരണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.